Even the small, the restless, and the forgotten find rest, safety, and true home in God's presence. ചെറിയവരും അശ്വസ്തരും മറക്കപ്പെട്ടു പോയവർ പോലും ദൈവസന്നിധിയിൽ വിശ്രമവും സുരക്ഷിതത്വവും യഥാർത്ഥ വാസസ്ഥലവും കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തിയവരത്രേ 84-ാം സങ്കീർത്തനം 3-ാം വാക്യം, കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ദൈവത്തിൻ്റെ ആലയത്തിലോ സമീപത്തോ കൂടുകൂട്ടുന്ന ചെറുതും നിസാരവുമായ പക്ഷികളായ കുരുവിയെയും മീവൽ പക്ഷിയെയും സങ്കീർത്തനക്കാരൻ ഇവിടെ ശ്രദ്ധിക്കുകയാണ്. ഈ ദുർബല ജീവികൾ ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് സുരക്ഷിതത്വവും വിശ്രമവും കണ്ടെത്തുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ കർത്താവ് നമ്മുടെ രാജാവാണ്, സൈന്യങ്ങളുടെ യഹോവയാണ്. അത്ര മഹാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ നിസാരങ്ങളായ പക്ഷികൾ പോലും വിശ്രമവും സുരക്ഷിതത്വവും കണ്ടെത്തുന്നുവെങ്കിൽ നാം എത്രമാത്രം ആ ഭാഗ്യാവസ്ഥ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരാധന, ത്യാഗം, ദൈവവുമായുള്ള അനുരജ്ഞനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് യാഗപീഠങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നമ്മുടെ ആത്മാക്കൾക്ക് ഏറ്റവും ആഴമേറിയ വിശ്രമം ലൗകിക സുഖസൗകര്യങ്ങളിലല്ല, മറിച്ച് ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണുള്ളത്. സമൂഹത്തിൽ നാം ചെറിയവരും നിസാരരായവരും വിദ്യാവിഹീനരും അംഗഭംഗമുള്ളവരും വിധവമാരും വിഭാര്യന്മാരും ഒറ്റപ്പെട്ടവരുമായിരിക്കാം. ഈ സമൂഹത്തിൽ വേണ്ടത്ര പരിഗണനകളും പ്രവേശനങ്ങളും കിട്ടാതിരിക്കുമ്പോൾ ഏത് സമയത്തും ഓടിയെത്തുവാൻ പറ്റിയ വിശ്രമ സ്ഥലമത്രേ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സുരക്ഷിത താവളമായ ദൈവത്തിൻ്റെ സന്നിധി. അവിടെ നമുക്ക് കൂട് വയ്ക്കുവാനിടമുണ്ട്. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവിടെ സ്ഥിരമായി പാർപ്പാൻ അവസരവും അനുവാദവുമുണ്ട്. അതുകൊണ്ട് ആരും തന്നെ അമാന്തിച്ച് നിൽക്കാതെ കർത്താവിൻ്റെ വാസസ്ഥലത്ത് അഭയം തേടാം. അവർ ഗാഡ് ഈസ് എ റെസ്റ്റ് ഫോർ ദി റെസ്റ്റ്ലെസ്. അശാന്തരായവർക്കുള്ള വിശ്രമമാണ് നമ്മുടെ ദൈവം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.